إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم وإياي أولا بتقوى الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സർവലോക പരിപാലനായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മരണവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ഈ ലോകത്ത് ജീവിക്കാൻ അവസരം ലഭിച്ച മഹാഭാഗ്യവാന്മാരാണ് ഞാനും നിങ്ങളും. എന്നാൽ എത്ര കാലം ഈ ഭൂമി ലോകത്ത് നാം ജീവിക്കും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടിയും പറയുവാൻ സാധിക്കുകയില്ല. ഒരു നാൾ എല്ലാം അവസാനിപ്പിച്ച് ഈ ലോകത്തിൽ നിന്ന് വിട പറയേണ്ടവരാണ് ഞാനും നിങ്ങളും. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയുണ്ടായി, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. തീർച്ചയായും എല്ലാ ശരീരവും, ആ പദപ്രയോഗമാണ് നാം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ശരീരവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്നാണ്. പിന്നീട് മുഴുവൻ ആളുകളെയും അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടക്കപ്പെടുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുകയുണ്ടായി രണ്ട് കാര്യങ്ങൾ. ഈ രണ്ട് കാര്യങ്ങൾ മനുഷ്യരായ മുഴുവൻ ആളുകൾക്കും വെറുപ്പാണ്. ഏതൊക്കെയാണ് ആ രണ്ട് കാര്യങ്ങൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്നതാനി യക്റഹുമാ ഇബ്നു ആദമ. മനുഷ്യരായ മുഴുവൻ ആളുകളും വെറുക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, യക്റഹുൽ മൗത, മരണപ്പെടുന്നതിനെ, മരിക്കുന്നതിനെ മനുഷ്യരായ എല്ലാ ആളുകളും വെറുക്കുന്നു. അതേപോലെ തന്നെ വയക്റഹു ഖില്ലത്തൽ മാലി, സമ്പത്ത് കുറയുന്നതിന്. നാം സമ്പാദിച്ചു വെച്ചത് ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ കുറഞ്ഞു പോകുന്നത്, ഈ രണ്ട് കാര്യങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെറുപ്പുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത
വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു ജനനത്തെയും മരണത്തെയും സൃഷ്ടിച്ചു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ആ മരണം എന്നുള്ളത് അതിനെ തോൽപ്പിക്കാൻ ഇന്നേ വരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല എന്നാണ്. മരിക്കാത്തവരായി ഈ ലോകത്ത് ആരും തന്നെ ഇല്ല. പക്ഷെ നമ്മുടെ മരണം അത് എങ്ങനെയായിരിക്കും, എപ്പോഴായിരിക്കും, എവിടെ വെച്ചായിരിക്കും എന്ന് ഒരാൾക്കും തന്നെ പറയുവാൻ സാധിക്കുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദൻ. നാളെ നമ്മൾ എന്താണ് സമ്പാദിക്കുക എന്ന് ഒരാൾക്കും പറയുവാൻ സാധിക്കുകയില്ല. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. നാം ഏത് നാട്ടിൽ വെച്ചാണ്, എവിടെ വെച്ചാണ് മരണപ്പെടുക എന്ന് ഒരാൾക്കും തന്നെ പറയുവാൻ സാധിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ. തീർച്ചയായും അല്ലാഹു അതിനെ പറ്റി അറിയുന്നു. അങ്ങനെ പറഞ്ഞാൽ ഒരു മനുഷ്യൻ എവിടെ വെച്ചാണ് മരിക്കുക, അല്ലെങ്കിൽ ഒരാൾ അവന്റെ എത്രാമത്തെ വയസ്സിലാണ്, ഏത് ആയുസ് എത്തിയാലാണ് അവൻ മരണപ്പെടുക എന്ന് കൃത്യമായി അല്ലാഹുവിന് അറിയാം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പടച്ച റബ്ബ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരാളുടെ ആയുസ് എന്ന് പറഞ്ഞാൽ 63 63 വർഷം എന്ന് പറഞ്ഞാൽ അത് 23,000 ദിവസങ്ങളാണ്. ആ 23,000 ദിവസങ്ങളിൽ നിന്ന് എത്ര കഴിഞ്ഞുപോയി, ഇനി എത്ര ബാക്കിയുണ്ട്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചത് ഏത് പ്രായത്തിലാണെങ്കിലും അതല്ലെങ്കിൽ ഏത് സമയത്ത് നിങ്ങൾ മരണപ്പെട്ടാലും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെടരുത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി. സത്യവിശ്വാസികളായ ആളുകളെ, നിങ്ങൾ എല്ലാ മേഖലകളിലും ജീവിതത്തിന്റെ ഏതൊക്കെ സന്ദർഭങ്ങളിലും നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെടാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ മരണത്തിന്റെ അവധി വന്നെത്തിയാൽ ഒരു സെക്കൻഡ് പോലും നമുക്ക് നീട്ടിക്കിട്ടുകയില്ല എന്ന മറ്റൊരു സ്ഥലത്ത് വെച്ചാണ് അല്ലാഹു നമ്മെ മരിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചതെങ്കിൽ അവിടേക്ക് ഒരു കാരണമുണ്ടാക്കി നമ്മെ അവിടേക്ക് എത്തിക്കുമെന്നാണ്. ഓർക്കുക, ഞാൻ ഈ സന്ദർഭത്തിൽ മരണപ്പെടുകയാണ് എങ്കിൽ എന്റെ സങ്കേതം സ്വർഗമാണോ അല്ലെങ്കിൽ നരകമാണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. മരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും ഏത് പ്രായത്തിലും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെത്താമെന്നാണ്. ആ മരണത്തിൽ നിന്ന് ഒരാൾക്ക് പോലും ഒളിച്ചോടാൻ സാധിക്കുകയില്ല എന്ന് വരെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നല്ല സത്യവിശ്വാസിയായ ഒരു മുസ്ലിമായ മനുഷ്യൻ എങ്ങനെയാണ് മരണപ്പെടുന്നത് വരെ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു. ഒരു സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ അയാളുടെ മരണത്തിന്റെ സമയമായാൽ സുന്ദരന്മാരായ മലക്കുകൾ അവന്റെ അരികിലേക്ക് വന്നെത്തുമെന്നാണ്. എന്നിട്ട് അവനോട് സമാധാനത്തിന്റെ വാക്കുകൾ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വെള്ളത്തിൽ നിന്ന് ഒരു നൂല് എത്ര എളുപ്പത്തിൽ വലിച്ചെടുക്കുമോ ആ രൂപത്തിൽ മലക്കുൽ മൗത്ത് അവന്റെ റൂഹിനെ ഊരിയെടുക്കുമെന്നാണ്. എന്നിട്ട് സുഗന്ധമുള്ള അവന്റെ ആത്മാവുമായി കൊണ്ട് 7 ആകാശ കവാടങ്ങൾ താണ്ടി മലക്കുൽ മൗത്ത് അവന്റെ റൂഹുമായി സഞ്ചരിക്കും. ഓരോ ആകാശ കവാടത്തിലും മലക്കുകൾ ഉണ്ടാകും. അവർ ചോദിക്കും, ഏതാണ് ഈ പരിശുദ്ധമായ ആത്മാവ്? സൽസ്വഭാവിയായ സ്വർഗത്തിന്റെ അവകാശിയായ ഈ റൂഹ് ആരുടേതാണ്? അങ്ങനെ മലായിക്കത്തുകൾ ഇവന്റെ പോരിശ പറയുകയും അതേപോലെ തന്നെ അവന് വേണ്ടി, അവന്റെ ആത്മാവിന് വേണ്ടി
പ്രാർത്ഥിക്കുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ നല്ല രൂപത്തിൽ മരണപ്പെട്ടവരെ സ്വർഗത്തിന്റെ രേഖയിൽ അവരെ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുമെന്നാണ്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, ഒരു ചീത്തയായ മനുഷ്യൻ അയാൾ മരണപ്പെടുകയാണ്. മരണത്തിന്റെ സമയമായാൽ കണ്ടാൽ തന്നെ പേടിക്കുന്ന രൂപത്തിലുള്ള ചില മലക്കുകൾ അവന്റെ അരികിലേക്ക് ഇങ്ങനെ വരും. എന്നിട്ട് വളരെ മോശപ്പെട്ട വാക്കുകൾ അവനോട് സംസാരിക്കും. എന്നിട്ട് അവനെ അടിച്ചുകൊണ്ട്, അവന്റെ മുഖത്തും അവന്റെ ദേഹത്തും അടിച്ചുകൊണ്ട് വലിയ പഞ്ഞിക്കെട്ടിൽ നിന്ന് ഒരു മുള്ള്, ശാഖകളുള്ള മുള്ള് എത്ര പ്രയാസകരമായ രൂപത്തിലാണോ വലിച്ചെടുക്കുക, ആ രൂപത്തിൽ അവന്റെ റൂഹിനെ മലക്കുൽ മൗത്ത് വലിച്ചെടുക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ അവന്റെ ഞരമ്പുകൾ വലിയും. വെള്ളത്തിനു വേണ്ടി അവന് ദാഹിക്കും. പക്ഷേ ചുറ്റുമുള്ള ആളുകളോട് എനിക്ക് സ്വല്പം വെള്ളം വേണം എന്ന് പറയാൻ പോലും അവന് സാധിക്കുകയില്ല എന്ന്. അങ്ങനെ ഓരോ ആകാശ കവാടത്തിലൂടെ ഇവന്റെ റൂഹുമായി മലക്കുകൾ പോകുകയും ആ മലക്കുകൾ എല്ലാവരും ഇവന് വേണ്ടി ശാപപ്രാർത്ഥന നടത്തുകയും അങ്ങനെ നരകത്തിന്റെ അവകാശികളുടെ കൂട്ടത്തിൽ അവനെ രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രവാചകർ ഈ ഹദീസിന്റെ അവസാനത്തിൽ സൂചിപ്പിച്ച ഒരു വാചകമുണ്ട്. അതാണ് നമ്മയൊക്കെ അത്ഭുതപ്പെടുത്തേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ ചീത്തയായ മനുഷ്യനെ മരിപ്പിക്കുന്നതെങ്ങാനും നിങ്ങൾ കണ്ടാൽ പിന്നീട് നിങ്ങൾ ഒരിക്കലും ഭക്ഷണം കഴിക്കുകയില്ല എന്ന്. അത്രക്കും ഭയാനകമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി, ഇന്നലിൽ മൗതി സഖറാത്ത്, തീർച്ചയായും മരണത്തിന് അസഹനീയമായ വേദനിപ്പിക്കുന്ന ഭയങ്കരമായ വേദനയുണ്ട് എന്നാണ്. അത് അനുഭവിക്കാതെ, അത് ആസ്വദിക്കാതെ, ആ മരണത്തിന്റെ വേദന അനുഭവിക്കാതെ ഈ ലോകത്തിൽ നിന്ന് ഒരാൾ പോലും വിട പറയുകയില്ല എന്ന് വരെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മരണം എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമാണ്. നാം മരണപ്പെടുകയാണ് എങ്കിൽ നമ്മുടെ കൈവശം സ്വർഗത്തിനു വേണ്ടി എന്താണുള്ളത്, അതാണ് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. മരണമെന്ന് പറഞ്ഞാൽ പല രൂപത്തിലുള്ള മരണ വാർത്തകൾ നാം കേൾക്കാറുണ്ട്. അതിൽ യുവാക്കളായ ആളുകളുണ്ട്, വയസ്സായ ആളുകളുണ്ട്, അതേപോലെ തന്നെ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. മരണമെന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലും പല സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെത്താം എന്ന് ആലോചിച്ചുകൊണ്ട് ആ രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്നത് വരെ ഒരാളുടെ തൗബയെ, അയാളുടെ ഇസ്തിഗ്ഫാറിനെ സ്വീകരിക്കുന്നതാണ്. അതുവരെ നമുക്ക് സമയമുണ്ട്. ജീവിതത്തെ തിന്മകളിൽ നിന്ന് മുക്തമാക്കി നന്മയിലൂടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. ചില നല്ല മരണങ്ങളുടെ ലക്ഷണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പരിചയപ്പെടുത്തി. നെറ്റിത്തടം വിയർത്തുകൊണ്ട് മരണപ്പെടുക, അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നു ചൊല്ലിക്കൊണ്ട് മരണപ്പെടുക, വെള്ളിയാഴ്ച ദിവസം മരണപ്പെടുക, പുഞ്ചിരിച്ചുകൊണ്ട് മരണപ്പെടുക. ഇതൊക്കെ നല്ല മരണത്തിന്റെ ലക്ഷണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ മരിച്ചാൽ നമ്മുടെ ജനാസയുടെ കൂടെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഹദീസാണ്, യത്ബഉൽ മയ്യിത സലാസത്തുൻ. ഒരാൾ മരിച്ചാൽ അവന്റെ ജനാസന്റെ കൂടെ പള്ളിക്കാട്ടിലേക്ക് 3 കാര്യങ്ങൾ പിന്തുടരും. 1 അവന്റെ സന്താനങ്ങളാണ്, 2 അവന്റെ സമ്പത്താണ്, 3 അവൻ ചെയ്ത അമലുകളാണ്. അങ്ങനെ പള്ളിക്കാട്ടിൽ യഥേഷ്ടം മഖ്ബറകളുടെ അരികിലായിക്കൊണ്ട് ആളുകൾ നമ്മളെ ഖബറടക്കിയാൽ 3 കാര്യങ്ങളിലെ 2 കാര്യങ്ങൾ തിരിച്ചു പോരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവന്റെ സമ്പത്തും അതേപോലെ തന്നെ അവന്റെ സന്താനങ്ങളും തിരിച്ചു പോരും. അവന്റെ കൂട്ടിനായി ഉണ്ടാകുക അവൻ ചെയ്ത അമലുകൾ മാത്രമായിരിക്കും. അള്ളാഹു നമുക്ക് നൽകിയ ആയുസ്സിൽ നാം എന്താണ് പ്രവർത്തിച്ചത്, ആ അമലുകളാണ് പരലോകത്ത് ഖബറിൽ 6 അടി മണ്ണിൽ പള്ളിക്കാട്ടിൽ നമ്മുടെ കൂട്ടിനായി ഉണ്ടാവുക. കൂട്ടരെ,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന്റെ സന്താനവും അധികാരവും പ്രൗഢിയും സ്വാധീനവും പദവികളും എല്ലാം ഖബറിൽ അവസാനിപ്പിച്ചുകൊണ്ട് അവന്റെ കൂട്ടിനായി ഉണ്ടാകുക അവൻ ചെയ്ത അമലുകൾ മാത്രമായിരിക്കും. ആ അമലാണ് നമ്മുടെ മുതൽക്കൂട്ടായിട്ടുണ്ടാവുക. അത് നന്മയാണ് എങ്കിൽ നമ്മുടെ വിജയകരമായ ജീവിതം അവിടെ മുതൽ ആരംഭിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല നമുക്ക് നൽകിയ ആയുസ്സിൽ തിന്മയാണ് കൂടുതലെങ്കിൽ നമ്മുടെ നാശകരമായ ജീവിതത്തിന് അവിടെ മുതൽ തുടക്കമായി. അതുകൊണ്ട് നമ്മുടെ ഓരോ സെക്കൻഡുകളും ഓരോ മണിക്കൂറുകളും നമ്മുടെ ആയുസ്സിലെ ഓരോ ദിവസങ്ങളും വളരെ വിലപ്പെട്ടതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മരണവുമായി ബന്ധപ്പെട്ട് ധാരാളക്കണക്കിന് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അയാൾക്ക് മരണം ആസന്നമായാൽ, നമ്മളൊരു രോഗീനെ അങ്ങനെ കാണും, അയാളുടെ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരികയില്ല. അങ്ങനെയുള്ള ഒരു രോഗിയെ നമ്മൾ കാണുകയാണ് എങ്കിൽ അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അയാളുടെ അരികിൽ ഇരുന്നു കൊണ്ട് ചൊല്ലിക്കൊടുക്കണമെന്നാണ്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ വളരെ വലിയ സൗഭാഗ്യമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മരണമാസന്നമായ ഒരു രോഗിയെ നിങ്ങൾ കണ്ടാൽ അയാളുടെ അരികിൽ ഇരുന്നു കൊണ്ട് അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കും. അതേപോലെ തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാളെ വൈകിപ്പിക്കാൻ പാടില്ല. നമ്മുടെ നാടുകളിലൊക്കെ ഒരാൾ മരിച്ചാൽ 2-3 ദിവസം കാത്തിരിക്കും. മരണപ്പെട്ടു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ഖബറടക്കുന്ന രീതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ മയ്യത്ത് കുളിപ്പിക്കലും കഫൻ ചെയ്യലും. കഫൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ പുരുഷന്മാരായ ആളുകളെ 3 വെള്ളത്തുണിയിൽ പൊതിയണം. സ്ത്രീകളാണ് എങ്കിൽ 5 വെള്ളത്തുണിയിൽ അവരെ പൊതിയണം. അതിനെയാണ് നമ്മൾ കഫൻ പുടവ എന്ന് പറയുന്നത്. എന്നിട്ട് കഫൻ പുടവയിൽ ഒരു മനുഷ്യന്റെ മയ്യത്തിനെ പൊതിഞ്ഞുകൊണ്ട് മുഖം മറക്കുന്നതിന് മുമ്പ് അവസാനമായി കൊണ്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇനി ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടോ? നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട അവസാനത്തെ വാക്കാണത്. മുഖം മൂടുന്നതിന് മുമ്പായി ചുറ്റുമുള്ള ആളുകൾ ചോദിക്കും, ഇനി ആരെങ്കിലും കാണാനുണ്ടോ എന്ന്. ആ ഒരു വാക്കോടുകൂടി ഈ ദുനിയാവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിക്കുകയാണ്. നമ്മുടെ വാഹനം മറ്റൊരാൾ ഉപയോഗിക്കും. നമ്മുടെ ജോലി സ്ഥലത്തേക്ക് വേറൊരാൾ പകരക്കാരനായി കടന്നു വരും. നമ്മുടെ കുടുംബത്തിന്റെ അത്താണിയായി നമ്മുടെ മക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ അവരെ പരിപാലിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറും. വർഷങ്ങൾ, അതേപോലെ തന്നെ ദിവസങ്ങളും മാസങ്ങളും പിന്നിടുമ്പോൾ നമ്മുടെ മക്കൾ നമ്മെ പറ്റി മറക്കും. നമ്മുടെ കൂട്ടിനായി ഉണ്ടാകുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാം ചെയ്ത അമലുകൾ മാത്രമാണ് എന്ന്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ. പരിശുദ്ധ ഖുർആൻ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിലെ ഓരോ ആയത്തുകളും ഓരോ സൂറത്തുകളും അതിന്റെ ആയത്തുകളുടെ വ്യാഖ്യാനങ്ങളെല്ലാം ജീവിച്ചിരിക്കുന്ന ആളുകളുടെ അവരുടെ വ്യക്തി ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. എന്നാൽ ഇന്നും ചില നാടുകളിൽ, ചില പ്രദേശങ്ങളിൽ ആളുകൾ മരണപ്പെട്ടാൽ അവരുടെ അരികിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ഒരൊറ്റ സ്വഹാബി പോലും പ്രവാചകരുടെ അരികിൽ ഇരുന്നു കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതായി ഒരൊറ്റ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. പ്രവാചകർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് സ്വഹാബിമാരായ ആളുകൾ ഷഹീദാവുകയും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ സ്വഹാബിയുടെ അരികിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊള്ളുക എന്ന് പറഞ്ഞതായി ഒരു ചരിത്ര രേഖയും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ ജനാസ കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലി ഒരു മുദ്രാവാക്യം പോലെ
ഘോഷയാത്രയായി കൊണ്ടുപോകുന്ന ചില പ്രദേശങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുപക്ഷെ തൗഹീദിന്റെ ആദർശം ഉൾക്കൊണ്ട എടവണ്ണ പോലെ, എടത്തനാട്ടുകരയെ പോലെ, കടവത്തൂരിനെ പോലെയുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ കുറവായിരിക്കും. ഞങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിൽ ഇന്നും ഒരു ജനാസ കൊണ്ടുപോകുമ്പോൾ അതിനെ ലാ ഇലാഹ ഉണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥലങ്ങളെ ഇന്നും നമുക്ക് കാണുന്നത്. ലാ ഇല്ലല്ലാഹ് എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും മഹത്തായ വാചകമാണ്. അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദിക്റുകളിൽ ഏറ്റവും കേമനായ, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മെ പഠിപ്പിച്ചതിൽ ജനാസ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ശബ്ദം ഉയർത്താൻ പാടില്ല. അതേപോലെ തന്നെ തീ കത്തിക്കാൻ പാടില്ല. ജൂതന്മാരായ ആളുകൾ, അവരിൽ ഒരാൾ മരണപ്പെട്ടാൽ ജനാസ കൊണ്ടുപോകുമ്പോൾ തീ കത്തിച്ച് തീയുടെ അകമ്പടിയോടുകൂടി കൊണ്ടുപോയതായി ചില ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടായിരിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശബ്ദം ഉയർത്തരുത്, തീ കത്തിക്കരുത് എന്ന് നമ്മളോട് ഹദീസുകളിലൂടെ പഠിപ്പിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഇന്നും ചില പ്രദേശങ്ങളിൽ ഒരു വ്യക്തി മരണപ്പെട്ടാൽ സ്ത്രീകൾ നമസ്കരിക്കുന്നത് അയാൾക്ക് വേണ്ടി, അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, നമസ്കരിക്കുന്നതിനെ വിലക്കുന്നത് ഇന്നും ചില പ്രദേശങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ മാതാവ്, നമ്മുടെ പിതാവ്, നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാർ മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി അവസാനമായി ചെയ്യാനുള്ള ഇബാദത്താണ് മയ്യത്ത് നിസ്കാരം എന്നുള്ളത്. അത് വിലക്കാൻ പാടില്ല. അത് നിർവഹിക്കുക എന്നുള്ളത് അവസാനമായി അവർക്ക് വേണ്ടി ചെയ്യുന്ന നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഇബാദത്താണ്. ഇന്നും ചില പ്രദേശങ്ങളിൽ സ്വന്തം മാതാവ്, സ്വന്തം പിതാവ് മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ അറിയാത്ത മക്കളുള്ള നാടുകളിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മഹല്ലുകളിൽ നിർബന്ധമായും 6 മാസങ്ങൾ കൂടുമ്പോൾ എങ്ങനെയാണ് മയ്യത്ത് നമസ്കരിക്കേണ്ടത് എന്ന് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. ചില നാടുകളിൽ സങ്കടകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടാൽ മൗലവി മയ്യത്ത് നിസ്കാരത്തിന്റെ രൂപം അത് എങ്ങനെയാണ് എന്ന് അർജന്റായി ഒന്ന് വാട്സപ്പിൽ അയച്ചു തരും. പല ആളുകളും ഇന്നും ചോദിക്കുന്ന രൂപമാണ്. അതേപോലെ തന്നെ സ്വന്തം മാതാവ്, പിതാവ് മരണപ്പെട്ടാൽ പള്ളിയിലെ മൗലവിയെ നമസ്കാരത്തിന് ഏൽപ്പിക്കുന്ന മക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ചെയ്യാത്തൊരു കർമ്മമായതിനാൽ നമ്മുടെ ഓർമ്മകളിൽ നിൽക്കുകയില്ല. അതുകൊണ്ട് അതിന്റെ രൂപം എങ്ങനെയാണ് എന്ന് വളരെ വേഗത്തിൽ നമ്മുടെ മെമ്മറികളിൽ, നമ്മുടെ തലച്ചോറുകളിൽ അത് സൂക്ഷിച്ചു വെക്കാൻ നമുക്ക് സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു, മരിച്ചത് ഒരു സ്ത്രീയാണ് എങ്കിൽ ഇമാമ് നിൽക്കേണ്ടത് മധ്യഭാഗത്താണ്. മരിച്ചത് ഒരു പുരുഷനാണ് എങ്കിൽ ഇമാമ് നിൽക്കേണ്ടത് തലയുടെ ഭാഗത്താണ്. മറ്റു നമസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മയ്യത്ത് നമസ്കാരത്തിന് റുകൂകളോ സുജൂദുകളോ ഇല്ല. 4 തക്ബീറുകൾ മാത്രമാണ്. ആദ്യത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ ചൊല്ലണം. രണ്ടാമത്തെ തക്ബീറിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. മൂന്നാമത്തെ തക്ബീറിന് ശേഷം ആ മയ്യത്തിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. നാലാമത്തെ തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ലാ തുഹർരിമിന അജ്റഹു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സലാം വീട്ടുന്ന രീതിയാണ് മയ്യത്ത് നമസ്കാരത്തിന്റെ രൂപം എന്നുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അറിഞ്ഞിരിക്കണമെന്ന്. അതേപോലെ തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജനാസയെ അനുഗമിക്കുകയും അതേപോലെ തന്നെ അയാൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുകയും ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അത്തരത്തിലുള്ള ആളുകൾക്ക് 2 ഖീറാത്ത് പ്രതിഫലമുണ്ട് എന്നാണ്. 2 ഖീറാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഖീറാത്ത് ഉഹുദ് മലയോളം വലിപ്പമുണ്ടാകും. അത്രത്തോളം പ്രതിഫലമുള്ള, വളരെയധികം പുണ്യമുള്ള ഒരു പ്രവൃത്തിയാണ് മയ്യത്ത് നമസ്കാരം എന്നുള്ളത്. ഇന്നും ചില നാടുകളിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അന്ന് രാത്രി മുതൽ 40 തികയുന്നതുവരെ മൗലിദുകൾ പാരായണം ചെയ്ത് ഭക്ഷണങ്ങൾ പാകം ചെയ്ത് വിതരണം ചെയ്യുന്ന പ്രദേശങ്ങൾ ഇന്നും നമുക്ക് കാണുവാൻ സാധിക്കും.
അതേപോലെ തന്നെ മരിച്ച വ്യക്തിയുടെ പേരിൽ 3, അതേപോലെ തന്നെ 7, 14 ഒരു വർഷം തികഞ്ഞാൽ ആണ്ടും കഴിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് സ്വാലിഹായ സന്താനങ്ങൾ, മരിച്ച മാതാപിതാക്കൾക്ക് വേണ്ടി, രക്ഷിതാക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയല്ലാതെ മറ്റൊരു പുണ്യപ്രവൃത്തിയും നമ്പറിലേക്ക് എത്തുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി ഓതിവെച്ച ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചത്. ഒരാൾ എങ്ങനെയാണ് സൽപ്രവൃത്തി ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ജനനത്തെയും മരണത്തെയും അള്ളാഹു സൃഷ്ടിച്ചത്. നാം ജനിച്ചതു മുതൽ നമ്മുടെ ആയുസ് തീരുന്നത് വരെ പരലോകത്തിനു വേണ്ടി സൽക്രമം ചെയ്യേണ്ടത് നമ്മളാണ്. മരിച്ചു കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്ന പ്രവർത്തികൾ നമ്മുടെ ഖബറിലേക്ക് എത്തുകയില്ല എന്ന തിരിച്ചറിവാണ് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത്. ചില സൽക്രമങ്ങൾ മരിച്ചാലും മുറിയാതെ എത്തുന്ന ചില കർമ്മങ്ങൾ ഹദീസുകളിലൂടെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബിദ്അത്തുകളെ, പുത്തൻ ആചാരങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് വിവേകമുണ്ടാകണം. നല്ല രൂപത്തിൽ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നമുക്ക് സാധിക്കണം. മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ സ്വപ്നങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെത്തുന്ന അതിഥിയാണ്. അതുകൊണ്ട് ഏത് സമയത്തും മരണപ്പെടുമ്പോൾ ഞാൻ സ്വർഗത്തിലാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധിക്കണം. അത്തരത്തിലുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മളൊക്കെ 5 നേരം വളരെ കൃത്യമായി കൊണ്ട് നമസ്കരിക്കുന്ന ആളുകളാണ്. നമസ്കരിക്കുമ്പോൾ ഇമാമ നിൽക്കുന്ന ആള് പലപ്പോഴായി എല്ലാ നമസ്കാരങ്ങളിലും നമ്മളോട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് സ്വഫുകൾ ശരിയാക്കണം എന്നുള്ളത്. ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും സ്വഫിന്റെ പൂർത്തീകരണം അഥവാ സ്വഫ് ശരിയായി പരമാവധി അടുത്തടുത്തായി ചേർന്ന് നിൽക്കുക എന്നുള്ളത് അത് നമസ്കാരത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് എന്ന്. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ സ്വഫ് ശരിയായിട്ടില്ലെങ്കിൽ, സ്വഫുകൾക്കിടയിൽ വിടവും വളവും ഉണ്ട് എങ്കിൽ ആ നമസ്കാരം പരിപൂർണമാവുകയില്ല എന്ന്. പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേര് തന്നെ സ്വഫ് എന്നുള്ളതാണ്. അത് നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും ഒരു ചിട്ടയിൽപ്പെട്ടതാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ സ്കൂളുകളിൽ അസംബ്ലിയൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികളെ വരിക്ക് നിർത്തും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന്റെ ഒക്കെ സന്ദർഭങ്ങളിൽ സ്വഹാബികളെ അവരുടെ ആരോഗ്യബലം അനുസരിച്ചുകൊണ്ട് സ്വഫുകളാക്കി നിർത്തിയതായി ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആദ്യത്തെ സ്വഫ് പൂർത്തിയായതിനു ശേഷമാണ് രണ്ടാമത്തെ സ്വഫ് ശരിയാക്കേണ്ടത്. അതേപോലെ തന്നെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒന്നാമത്തെ സ്വഫിന്റെ പ്രാധാന്യം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ആ ഒന്നാമത്തെ സ്വഫിൽ ഇരിപ്പിടം കിട്ടാൻ വേണ്ടി നിങ്ങൾ മത്സരിക്കുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് അത്ര പ്രതിഫലമുള്ള കാര്യമാണ് സ്വഫ് ശരിയാക്കുക എന്നത്. നമ്മൾ ഏത് സന്ദർഭത്തിലും പള്ളിയിലേക്ക് വന്നാൽ അത് ഇനി ജുമാക്കാണ് എങ്കിൽ ഒന്നാമത്തെ സ്വഫിനെ പരമാവധി പൂർത്തിയാക്കി അതിനുശേഷം രണ്ടാമത്തെ സ്വഫിൽ നമ്മൾ വന്നിരിക്കണം. അതൊരു ചിട്ടയുടെ രൂപമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്.
ചില ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സൊഫ് ശരിയാകാതെ വന്നപ്പോൾ നമസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പായി ഇറങ്ങി വന്നുകൊണ്ട് അല്ലെങ്കിൽ പേര് വിളിച്ചുകൊണ്ട് ഇന്ന വ്യക്തിയോട് സൊഫിനെ ശരിയാക്കണം എന്ന് പറഞ്ഞതായും ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അതിന് അതിൻ്റെതായ ഒരു പ്രാധാന്യം നമ്മൾ നൽകിക്കൊണ്ട് നമ്മുടെ സൊഫുകളിൽ വിടാതെ വളവില്ലാതെ അത് പൂർത്തിയായി നിൽക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെയെല്ലാം പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും പുറത്തു മാപ്പാക്കി തന്ന് നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമെന്നതാ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബക്കാരായ ആളുകൾ, സഹോദരങ്ങൾ, വേണ്ടപ്പെട്ടവർ, പണ്ഡിതന്മാരായ ആളുകൾ, അവരുടെ ഖബറിടത്തെ വിശാലമാക്കി കൊടുക്കണമെന്നതാ. അള്ളാഹുവെ, ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ, അവരുടെ രോഗങ്ങൾക്കെല്ലാം ശമനം നൽകി അനുഗ്രഹിക്കണമെന്നതാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا